Welcome guys, welcome to another wonderful chapter, our third chapter, that is liberalization, privatization and globalization and appraisal. So, നമ്മൾ പല സ്ഥലത്തും ഇത് കേട്ടിട്ടുണ്ടാവും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്നും പറഞ്ഞിട്ട്. LPG എന്ന് പറയുമ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ല, ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതാണ് ഈ LPG കൊണ്ട് നമ്മൾ ഈ എക്കണോമിക്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ 1950 to 1990 വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി 1990ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വൈ ദിസ് 40 years 1950 to 1990 and why it is not 1980 or 1970 or why it is not 2000. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1991 ഒരു മേജർ ചേഞ്ച് വരുന്നത്. ആ ചേഞ്ച് വരെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. സോ many economists has the very view that these policies of India like license raj and this protection of small scale industries and all affected India's growth. ഇന്ത്യയുടെ വളർച്ചയെ, ഇന്ത്യയുടെ ഈ പോളിസി 40 വർഷത്തെ ആ പോളിസികൾ ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമുള്ള എക്കണോമിസ്റ്റുകളെല്ലാം ഉണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് എന്താണ് ഈ 1991 സംഭവിച്ചത്, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാണ്, അതിനുശേഷം ഇന്ത്യ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്തു, എന്തെല്ലായിരുന്നു ഇന്ത്യയുടെ പോളിസികൾ, അതെല്ലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ 1991 ഇന്ത്യക്കൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഇന്ത്യ ഈസ് ഫേസിങ് എ സിറ്റുവേഷൻ, ഇന്ത്യയുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നന്നായി കുറഞ്ഞു. അതായത് നമ്മൾക്ക് പെട്രോളെല്ലാം ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും മറ്റ് ഗുഡ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വിദേശ നാണയം കൊടുക്കണം. അതിൻ്റെത് വെറും 2 ആഴ്ചത്തേക്ക് മാത്രമേ ഇന്ത്യയിൽ ഇനി സ്റ്റോക്കുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തി. 2 ആഴ്ചത്തേക്ക് പെട്രോൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ കയ്യിലുള്ളൂ. അതുപോലെ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് നോട്ട് ഏബിൾ ടു റീപേ ദ ഫോറിൻ ഡെപ്റ്റ്. വിദേശത്ത് നമ്മളെടുത്ത കടങ്ങളൊന്നും തിരിച്ചടയ്ക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇന്ത്യയുള്ളത്. കാരണം ഇന്ത്യയിൽ തിരിച്ചടയ്ക്കാനുള്ള പൈസ ഇന്ത്യയുടെ അടുത്തില്ല. ഇതിന് രണ്ടിനെയും കൂടി കോമ്പൗണ്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പ്രൈസും കൂടെ വർദ്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞു 3 സിറ്റുവേഷൻസ് ആണുള്ളത്. ഇന്ത്യയിലെ ഇന്ത്യയുടെ കടം കൂടി, ഇന്ത്യ ഈസ് നോട്ട് ഏബിൾ ടു റീപേ ഇറ്റ്സ് ഡെപ്റ്റ് ആൻഡ് India's foreign exchange reserves is declining. It can only 2 weeks മാത്രം മീറ്റ് ചെയ്യാനുള്ള റിസർവ്സേ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാം അഡീഷൻ ആയിട്ട് ഇന്ത്യയുടെ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ വില ഇങ്ങനെ കൂടി വരികയാണ്. അതായത് ആവശ്യ വസ്തുക്കളുടെ വില ഇങ്ങനെ വർദ്ധിച്ച് വരികയും ചെയ്യുന്നു. സോ ഇന്ത്യ ഈസ് അറ്റ് എ ക്രൈസിസ്. ഇന്ത്യ 1991 ഒരു ക്രൈസിസിലാണ്. സോ ഈ ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ implementing some policies. So ഈ ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചില പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്, ചില മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ചില മെഷേഴ്സ് ഇന്ത്യ എടുത്തു ഈ ക്രൈസിസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ്. അതിനു മുമ്പേ എന്താണ് ഈ ക്രൈസിസിലേക്ക് എത്താനുള്ളൊരു കാരണം, ഈ ക്രൈസിസിലേക്ക് എത്താനുള്ളൊരു കാരണം? നമുക്ക് ആ കാരണത്തെ വേണമെങ്കിൽ 1980s ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. 1980s ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ ഇപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ കയ്യിൽ പൈസയില്ല, ഇന്ത്യ കടത്തിലാണ്, ഇന്ത്യക്ക് കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് എപ്പോഴാണ് ഒരാൾക്ക് കടം ഉണ്ടാവുക? അയാളുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ അയാൾ ചിലവാക്കുന്ന ഒരവസ്ഥയിലാണ് അയാൾക്ക് കടം ഉണ്ടാവുക. അയാൾക്കുള്ള വരുമാനം തന്നെ അയാൾ ചിലവാക്കുമ്പോൾ അയാൾക്ക് കടം ഉണ്ടാവില്ലല്ലോ. അതിലും കൂടുതൽ അയാൾ ചിലവാക്കുമ്പോഴാണ് അയാൾക്ക് കടം ഉണ്ടാവുക. സോ ദ സെയിം തിങ് ഗോസ് വിത്ത് India's expenditure was higher than revenue. റവന്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റവന്യൂവിനേക്കാളും വലുതായിരുന്നു ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചേഴ്സ്. സോ ഇന്ത്യ വാസ് ഇൻവെസ്റ്റിംഗ് ഇൻ പബ്ലിക് സെക്ടർ എ ലോട്ട്. പബ്ലിക് സെക്ടറിൽ ഒരുപാട് ഇന്ത്യക്കാരെന്താക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ പബ്ലിക് സെക്ടർ വാസ് പബ്ലിക് സെക്ടറിനുള്ള ഈ റിട്ടേൺസ്
വളരെ കുറവാണ്. പബ്ലിക് സെക്ടർ പ്രൊവൈഡഡ് ലെസ് റിട്ടേൺസ്. Public sector provided what? Very less returns, and India was what? Spending on developmental projects. Spending on developmental projects, which again what? Developmental projects, പിന്നെ അതുപോലെ ഡിഫൻസ്, ഇതിലെല്ലാം ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതെല്ലാം നമുക്ക് കുറഞ്ഞ ലെസ് റിട്ടേൺസ് മാത്രമേ നമുക്ക് തരൂ. സോ എന്താണ് ഈ ഒരു പബ്ലിക് സെക്ടറിലെ ഇന്ന് ഇന്ത്യക്ക് ഉണ്ടാവുന്ന റിട്ടേൺസ് വളരെ കുറവാണ്. ഇന്ത്യ ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സിലേക്കാണ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന റിട്ടേൺസും വളരെ കുറവാണ്. ഇന്ത്യയുടെ ടാക്സ് കളക്ഷനും എന്താണ്, ഈ ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യാനുള്ള ടാക്സ് കളക്ഷൻ കുറവാണ്. ടാക്സ് കളക്ഷൻ വാസ് നോട്ട് സഫിഷ്യൻറ്റ്. ഈ ടാക്സിലൂടെയാണല്ലോ ഇന്ത്യക്ക് റവന്യൂ വരിക. ഇന്ത്യയിലേക്കുള്ള റവന്യൂ കളക്ഷൻ, ടാക്സ് കളക്ഷൻ വാസ് നോട്ട് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ എക്സ്പെൻസസ്. സോ വാട്ട് ആം ഐ സെയിങ് ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് ഇൻ ട്രബിൾ. ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലെസ് റിട്ടേൺസ് കിട്ടുന്ന പബ്ലിക് സെക്ടറിലേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോഷ്യൽ പ്രൊജക്ട്സിലേക്കും ഡിഫൻസിലേക്കെല്ലാം ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ പൈസ ഇങ്ങനെ ഇന്ത്യ എന്താക്കാണ്, ലെസ് റിട്ടേൺസ് ഉള്ള സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഒരടുത്ത സ്റ്റേജുണ്ട്. അതായത് പൈസ ഇട്ടു, ഇൻവെസ്റ്റ് ചെയ്ത് പൈസയൊന്നും കിട്ടുന്നില്ല. പക്ഷെങ്കിൽ ഈ സോഷ്യൽ പ്രൊജക്ട്സിലും ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ പൈസ ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരവസ്ഥ എത്തി. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യ എന്താണ്, കടം വാങ്ങാണ്. ഇന്ത്യ ഈസ് ബോറോയിങ് നൗ. ഇന്ത്യ ഈസ് ബോറോയിങ് മണി. നമ്മൾ ഇന്ത്യ കടം വാങ്ങുന്നു. അതിന് മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടേം, ഈ എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മുടെ ചെലവ് നമ്മുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കടം ഉണ്ടാകുന്നു. ആ കടത്തിന് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വീടണമല്ലോ, കടം ഉണ്ടാകുന്നില്ല. ഈ ഡെഫിസിറ്റ് നമ്മൾ എന്താക്കണം, ഒഴിവാക്കണം. അതിന് നമ്മൾ പിന്നെയും കടം എടുക്കുന്നു. അതായത് നമ്മളെ കയ്യിൽ നമുക്ക് 100 രൂപയെ കിട്ടുന്നുള്ളൂ, പക്ഷെ നമുക്ക് 150 രൂപ ചിലവാക്കണം. അപ്പം നമ്മൾ എന്താക്കുന്നു, ഈ 50 രൂപ, ഈ 150 നമ്മുടെ ചിലവ്, 100 നമ്മുടെ റവന്യൂ. നമ്മുടെ ഡെഫിസിറ്റ് 50 രൂപയാണ്. ഈ 50 രൂപ എങ്ങനെ കണ്ടെത്തും? 150 നമുക്ക് ചിലവാക്കണം, പക്ഷെ 100 രൂപ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ 50 രൂപ നമ്മൾ എന്താക്കും, നമ്മൾ കടം വാങ്ങും. We borrow this 50. This was Indian government doing. ഈ ഒരു ചെറിയൊരു നട്ട്ഷെറ്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ്, എക്സ്പെൻഡിച്ചർ കൂടുന്നു, കടമാകുന്നു. പിന്നെ അടുത്ത വർഷം പിന്നെയും ക്യാപിറ്റൽ പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ പ്രൊജക്ട്സിലേക്കും പിന്നെ പബ്ലിക് സെക്ടറിലേക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കടമാകുന്നു. അപ്പോൾ കടം വാങ്ങൽ ഇങ്ങനെ കൂടി വരികയാണ് ഇന്ത്യയിൽ ഇങ്ങനെ കടം ഇങ്ങനെ 1980s ആയ ടൈമിലാകുമ്പോൾ ഇന്ത്യയിൽ കടം ഇങ്ങനെ കൂടി വരുന്നു. ഒരു സ്റ്റേജ് എത്തി ഇന്ത്യക്ക് കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇനി ഒരാളും ഇന്ത്യക്ക് പുതിയൊരു കടം കൊടുക്കാൻ റെഡിയല്ല. കാരണം എന്താ, ഇന്ത്യക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തില്ല, ഇതൊരു കടം തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി. ഇനി ഈ ഡെഫിസിറ്റും കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള വന്നു, ഈ ഒരു പുതിയൊരു കടം എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതായി. കാരണം ലോകത്തുള്ള ആരും തന്നെയും ഇന്ത്യക്ക് വേണ്ടി ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും തയ്യാറാവുന്നില്ല. സോ ഇന്ത്യ എന്താണ്, മൊത്തത്തിൽ ഒരു കടത്തിലാവുന്ന ഒരവസ്ഥ. സോ ഈ കടം വീടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ IBRDനെ അപ്രോച്ച് ചെയ്യാണ്. IBRD എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഇതിനെയാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ഈ IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേൾഡ് ബാങ്ക്. അത് ഇന്ത്യ വേൾഡ് ബാങ്കിനെയും IMFനെയും, IMF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMFനെയും എല്ലാം സമീപിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ കടത്തിലാണ്,
ഞങ്ങൾക്ക് എന്താക്കണം, ഞങ്ങൾ ക്രൈസിസിലാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇല്ല, അപ്പോൾ ഇത് സോൾവ് ചെയ്യണം, ഞങ്ങൾക്ക് പൈസ കടം തരണമെന്ന് പറഞ്ഞ് ഇവർ ഇന്ത്യ വേൾഡ് ബാങ്കിനെയും IMFനെയും സമീപിക്കുകയാണ്. സോ അപ്പോൾ IMF ഇന്ത്യക്ക് കടം തരാം എന്ന് പറയുന്നു, റിട്ടേണിങ് ടു സം കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾ കടം തരാം എന്ന് IMFും വേൾഡ് ബാങ്കും പറയുകയാണ്. സോ ആ ഒരു IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും എല്ലാം പ്രഷറിൻ്റെ പുറത്തും, അല്ലെങ്കിൽ അവരുടെ ഈ ഇന്ന പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ കടം തരൂ എന്ന അവരുടെ ഒരു ഇതിൻ്റെ പുറത്താണ് ഇന്ത്യ ഒരു പുതിയ പോളിസീസ് അല്ലെങ്കിൽ പുതിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും ഇന്ത്യ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഇപ്പോൾ IMF ഞങ്ങൾ പറയുന്ന പോലെയുള്ള പോളിസീസും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ IMF ഇന്ത്യക്ക് എന്താക്കും, $7 ബില്യൺ അങ്ങാൻ കടം കൊടുത്തു. $7 ബില്യൺ ഇന്ത്യക്ക് കടം കൊടുത്തു. സോ ഈ mainly IMF and World Bank asked India for a new economic policy. So India was ready to implement that new economic policy. So ഈ new economic policy NEP, ഈ NEP എന്ന് പറയുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ നമ്മൾ NEP എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ന്യൂ എക്കണോമിക് പോളിസി അതാണ് NEP, എക്കണോമിക്, E ഫോർ എക്കണോമിക്. അതിനെ ഇന്ത്യ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എഗ്രി ചെയ്തു. സോ ഈ ഒരു പോളിസി രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഇന്ത്യ സ്റ്റെബിലൈസേഷൻ്റെ രീതിയിലും സ്റ്റെബിലൈസേഷൻ്റെ ഭാഗമായിട്ടും, പിന്നെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനും. ഈ രണ്ട് അപ്രോച്ചാണ് ഈ പോളിസിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, അതായത് ഈ ന്യൂ എക്കണോമിക് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് വേൾഡ് ബാങ്ക് ഇവരും ഇമ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രേഡ് ബാരിയേഴ്സും റെസ്ട്രിക്ഷൻസും എല്ലാം എടുത്തു കളയുക എന്നുള്ളതാണ്. അതായത് പുതിയ പ്ലെയേഴ്സ് വരുന്നതിനും ഫ്രീ എൻട്രി ഓഫ് എക്സിറ്റ് ആൻഡ് ഫേംസും, പിന്നെ ഈ ട്രേഡ് ബാരിയേഴ്സ്, അതായത് ഇന്ത്യ വിദേശത്തു നിന്നുള്ള ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ഇന്ത്യ റെസ്ട്രിക്ട് ചെയ്തിരുന്നു. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഇന്ത്യയുടെ കോട്ട താരിഫ് സിസ്റ്റങ്ങൾ, പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന നിലപാടുകൾ, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ എമർജ് ചെയ്യാൻ സമ്മതിക്കാത്ത ഇന്ത്യയുടെ നിലപാടുകൾ. സോ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും ട്രേഡ് ബാരിയേഴ്സും, ഫ്രീ എൻട്രി ഓർ എക്സിറ്റ് ഓഫ് ഫേംസ് ആയിരിക്കണം, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളയണം എന്നുള്ള രീതിയിലാണ് എന്നതാണ് ഈ ഒരു ഈ IMFും വേൾഡ് ബാങ്ക് മുമ്പോട്ട് വെച്ചൊരു പോളിസി. അപ്പോൾ ഈ പോളിസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റം, സ്റ്റെബിലൈസ്. അപ്പോൾ ഇന്ത്യയുടെ പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്താണ് ഇന്ത്യയുടെ നോർമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ത്യ ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്, പിന്നെ ഒന്ന് ഇൻഫ്ലേഷനാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇന്ത്യയിൽ ഇല്ലാണ്ടായി പോയിരുന്നു. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഇതുകൊണ്ട്. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രൈസിനെ കുറയ്ക്കുന്നത്, ടു പ്രൈസ് ഡിക്രീസ്. പറഞ്ഞു ഈ പോളിസിക്ക് രണ്ട് ഡിവിഷൻ ഉണ്ടെന്ന്, സ്റ്റെബിലൈസേഷൻ അതുകൊണ്ടൊന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ ഞാൻ 2 ആഴ്ചത്തേക്ക് മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂട്ടുക, അതാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഇൻഫ്ലേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പറയും എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിന് ആ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ആ പ്രൈസ് കൂടിക്കൂടി വരുന്നതിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ ആ പ്രൈസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള ഒരു മെഷർ. പിന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിലുണ്ടായ ആ ഒരു മാറ്റം, അതാണ് ഈ നമ്മളെ ഈ പാഠത്തിൻ്റെ ഈ ടൈറ്റില് LPG എന്ന് പറയുന്ന ഇന്ത്യയുടെ മൊത്തം എന്താവാണ് ഈ സ്ട്രക്ചറിൽ ഒരു മാറ്റം ഉണ്ടായത്. ഇന്ത്യയുടെ മൊത്തം സ്ട്രക്ചറിൽ എന്തെല്ലാം രീതിയിലാണ് മാറ്റം ഉണ്ടായത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറലായിട്ടുള്ള മാറ്റത്തിന് നമ്മൾ ആ ഒരു 3 രീതിയിൽ ആ മാറ്റം ഉണ്ടായി. 3 രീതിയിൽ ആ മാറ്റം ഉണ്ടായി എന്നല്ല, ഇന്ത്യയുടെ പോളിസി ഈ 3 ലിബറലൈസേഷനിലേക്കും പ്രൈവറ്റൈസേഷനിലേക്കും ഗ്ലോബലൈസേഷനിലേക്കും ഇന്ത്യയെ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എന്തെല്ലായിരുന്നു അതിൻ്റെ മാറ്റങ്ങൾ എന്നെല്ലാം നമ്മൾ ഈ ഒരു അടുത്ത സെഷനുകളിൽ പഠിക്കാൻ പോകുന്നത്.
we said this new economic policy was divided into the stabilization measures and structural transformation. So the structural transformation was meant for removing barriers and improving competition, etc. So ഈ സ്ട്രക്ചറൽ റിഫോർമേഷൻ നമ്മളൊരു 3 ഹെഡിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ദാറ്റ് ഈസ് അവർ ചാപ്റ്റർ. സോ ഇൻ ദിസ് ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ലിബറലൈസേഷൻ. ലിബറലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് ഒരു ലിബറേറ്റ് എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം എന്താണ്? ഒരു ഫ്രീഡം എന്നൊരു വാക്കുമായിട്ട് ഈ ലിബറേറ്റ് ചെയ്യുക എന്നെല്ലാം ഒരു വാക്ക് എന്തുണ്ട്, ഒരു ക്ലോസ് അർത്ഥമുണ്ട്. സോ ഒരു ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഈ ലിബറലൈസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ജനറൽ മീനിങ്. സോ ഈ ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ്, കാര്യങ്ങൾ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഈ ലിബറലൈസേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്കർത്ഥം, അല്ലെങ്കിൽ ആ പോളിസി കൊണ്ട് IMFും വേൾഡ് ബാങ്കും ആവശ്യപ്പെട്ടതും ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തത് ആ ലിബറലൈസേഷൻ കൊണ്ടാണ്. അതാണ് നമ്മൾ ഈ 1980s തന്നെ ചില ലിബറലൈസേഷൻ പോളിസീസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ടിലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം ഇന്ത്യ തുടക്കത്തിലുണ്ടായിരുന്ന പോലെ ഒരു പുറത്തുനിന്ന് ഒന്നും സ്വീകരിക്കില്ല, ഇമ്പോർട്ടൊന്നും പറ്റില്ല എന്നൊരു നിലപാടിന്ന് ഒരു 1980s ആകുമ്പോൾ തന്നെ ഇന്ത്യക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. 1991 ആയപ്പോൾ ഈ മാറ്റം കുറെ കൂടി പ്രധാനമായി എന്നുള്ളതാണ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ലിബറലൈസേഷൻ കാരണം ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് റിഫോം ഉണ്ടായി, ടാക്സിൽ എന്തെല്ലാം റിഫോം ഉണ്ടായി, ഫൈനാൻഷ്യൽ സെക്ടറിൽ എന്തെല്ലാം റിഫോം ഉണ്ടായി, ഇന്ത്യയുടെ ഒരു ട്രേഡ് പോളിസിയിൽ എന്തെല്ലാം റിഫോംസ്, അങ്ങനെ ഒരു കുറച്ച് സെക്ടറിൽ ഈ ലിബറലൈസേഷൻ പോളിസി 1991 ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റിൽ ഈ ഒരു ഫസ്റ്റ് റിഫോം എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ്. റെഗുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്നാ നോക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ എടുത്തു കളഞ്ഞു ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടായ ഒരു ഡീറെഗുലേഷൻ, അല്ലെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടായ റിഫോംസ് എന്തെല്ലാണ് എന്നുള്ളതാണ് നോക്കാൻ പോകും. അതിനു മുമ്പേ എന്തെല്ലായിരുന്നു റെഗുലേഷൻസ് എന്നുള്ളതാണ് ഈ ഡീറെഗുലേഷൻ്റെ കീഴിൽ വരുന്നതല്ലേ ഇത്. എന്തെല്ലായിരുന്നു റെഗുലേഷൻ എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയതാണ്. ഒന്ന്, as we discussed in the last chapter, ലൈസൻസിങ് ആണ്. ലൈസൻസിങ് രാജ് അല്ലെങ്കിൽ ലൈസൻസ് രാജ് എന്നെല്ലാം വിശേഷിപ്പിച്ചിരുന്ന ഒരു പീരീഡാണ്. അപ്പോൾ എന്തിനും ഏതിനും ലൈസൻസ് വേണം. നമുക്കൊരു ലൈസൻസ് കിട്ടി അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പോലും ലൈസൻസ് വേണം. ഒരു നിശ്ചിത പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റിലേക്ക് മാറണമെങ്കിൽ പോലും ലൈസൻസ് വേണം എന്നുള്ളൊരു അവസ്ഥയാണ്. ലൈസൻസ് രാജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതായിട്ട് പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് അലൗഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. സോ എല്ലാ ഇൻഡസ്ട്രീസിലും പ്രൈവറ്റിന് എന്തില്ലായിരുന്നില്ല, പ്രവേശനം ഉണ്ടായിരുന്നില്ല. സോ ചില ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ്, നമ്മൾ പറഞ്ഞു IPRൽ ഒന്ന് വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പബ്ലിക് സെക്ടർ, രണ്ടാമതിൽ പബ്ലിക് സെക്ടറിനെ സഹായിക്കുന്ന പ്രൈവറ്റ്, മൂന്നാമതിൽ പ്രൈവറ്റ് സെക്ടർ മാത്രമല്ല. അപ്പോൾ ഈ ഫസ്റ്റ് കേസ് ഉണ്ടായിരുന്നില്ല, അതായത് ചിലത് പബ്ലിക് സെക്ടറിന് വേണ്ടി മാത്രം റിസർവ്ഡ് ആയിരുന്നു. അങ്ങനെ ചില ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു ഈ നമ്മുടെ റെഗുലേഷൻ്റെ സമയത്ത്. പിന്നെ രണ്ടാമത് ചില ഗുഡ്സ് വാസ് ഓൺലി ഫോർ ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പിന്നെയും പറഞ്ഞു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കോമ്പറ്റീഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിട്ട് ആ ഗുഡ് അവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയും ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ എ കൈൻഡ് ഓഫ് റെഗുലേഷൻ ദാറ്റ് ദിസ് ഗുഡ് ക്യാൻ ഓൺലി ബി പ്രൊഡ്യൂസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ദ സെക്കൻഡ് വാസ് വാട്ട്, കൺട്രോൾ ഓൺ പ്രൈസ് ഫിക്സേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെലക്ടഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. അതായത് ചില പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ, അതായത് ഇതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ മിനിമം ഇത്ര കൊടുക്കണം ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ, അങ്ങനെ രീതിയിൽ പ്രൈസ് കൺട്രോൾസ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നു. സോ ഒരുപാട് ഇത്രയധികം റെഗുലേഷൻസ് എന്തുണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദിസ് ലിബറലൈസേഷൻ, ഈ ലിബറലൈസേഷന് ശേഷം ഒന്ന് ഈ ലൈസൻസിങ് എന്ന് പറയുന്ന സംഗതി, ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്ന സംഗതിക്ക് എന്ത് വരികയാണ്, ഒരു എൻഡ് വരികയാണ്. സോ ഒരുപാട് ഒരു ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രൊഡക്റ്റ്, അറ്റോമിക് എനർജി, ആൽക്കഹോള്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനത്തിന് മാത്രമേ ഇനി ഇപ്പോൾ ലൈസൻസിൻ്റെ ആവശ്യമുള്ളൂ. മറ്റ് രീതിയിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വലിയ രീതിയിൽ ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ലിബറലൈസേഷൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വന്ന വലിയൊരു മാറ്റമാണ്. ഈ ലൈസൻസ് രാജിൻ്റെ ഒരു അവസാനം ഈ ലിബറലൈസേഷനിലൂടെ വന്നു എന്നുള്ളതാണ്.
രണ്ടാമതായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് അലൗഡ് ഇൻ മെനി ഇൻഡസ്ട്രി. ആ ഒരു പ്രൊവിഷൻ എടുത്തു കളഞ്ഞതാണ്. കാരണം പ്രൈവറ്റിന് ഇനി ഡിഫൻസ്, അറ്റോമിക് എനർജി, അതായത് ഇവിടെ ഡിഫൻസ്, അറ്റോമിക് എനർജി ലൈസൻസ്, ഇതിനെല്ലാം ലൈസൻസ് വേണേ. ഈ ആൽക്കഹോൾ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള കുറഞ്ഞ ഇത് ഇപ്പോഴും ലൈസൻസ് വേണം എന്നുള്ള രീതിയിലാക്കി. അല്ലാതെ മറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ലൈസൻസ് വേണ്ട. നേരെ മറിച്ച് രണ്ടാമത്തെ പോയിന്റ്, പ്രൈവറ്റ് സെക്ടറിന് എൻട്രി ഉണ്ടായിരുന്നില്ല ചില ഇൻഡസ്ട്രീസിൽ. ഇപ്പോൾ ഡിഫൻസ്, അറ്റോമിക് എനർജി, ഇതുപോലത്തെ ഇതിലൊന്നും പ്രൈവറ്റിന് ഇപ്പോഴും എൻട്രി ഇല്ല. ബാക്കി ഡിഫൻസും അറ്റോമിക് എനർജി പോലത്തത് ഒഴിവാക്കി ബാക്കിയുള്ള പല മേഖലകളിലേക്കും പ്രൈവറ്റിന് എൻട്രി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ള അവസരത്തിലെത്തി. ബിക്കോസ് ദേ കൻ നൗ എൻ്റർ ഫ്രീലി. ദേ ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ഫോർ പ്രൊഡ്യൂസിങ് എൻ്ററിങ് ഇൻ ടു സർട്ടൻ ഇൻഡസ്ട്രി. ഒരു ചില ഇൻഡസ്ട്രിയിലേക്ക് അവർ കടന്നു വരുന്നതിന് ഇപ്പം തടസ്സങ്ങളില്ല. എക്സ്ക്ലൂസീവ്ലി ഫോർ പബ്ലിക് സെക്ടർ ആയിരുന്ന ചില ഇൻഡസ്ട്രീസ് ഇപ്പം പ്രൈവറ്റിനും കൂടി ഓപ്പൺ ആക്കി കൊടുത്തു അതിന് ലിബറലൈസേഷന് ശേഷം. അടുത്ത വന്നൊരു റിഫോം എന്തായിരുന്നു? ചില ഗുഡ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് മാത്രം റിസർവ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ആ ഒരു റിസർവേഷൻ ഡി റിസർവേഷൻ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം അങ്ങനെ സ്മോൾ സ്കെയിലിന് മാത്രമായിട്ടൊരു ഗുഡ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു അപ്രോച്ച് ഇല്ല. ബിക്കോസ് ഡി റിസർവേഷൻ ഓഫ് വാട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ചില ഗുഡ് സ്മോൾ സ്കെയിൽ മാത്രമല്ല, ഇപ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പണ്ട് എന്തായിരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എന്താണ് ഡി റിസർവേഷൻ ഓഫ് ഗുഡ്സ് വന്നു. പിന്നെ അടുത്ത വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസ് കൺട്രോൾസ് എടുത്തു കളഞ്ഞു. പ്രൈസ് കൺട്രോൾസ് ലിഫ്റ്റഡ്. ഈ പ്രൈസിനെ തന്നെ ഒരു സിഗ്നൽ ആയിട്ട് കൊണ്ട് ഉപയോഗിക്കാനുള്ളൊരു മെഷറും കൊണ്ട്, അതായത് ഗവൺമെൻറ് ഇപ്പം ഇങ്ങനെ ഇത്രയേ വാങ്ങാവൂ, ഇതിൽ കൂടുതൽ വാങ്ങരുത് എന്ന ഒരു ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡിറ്റർമൈനിങ് പ്രൈസസ്, ലെറ്റ് മാർക്കറ്റ് ഡിറ്റർമൈൻ പ്രൈസസ് എന്നുള്ള ഒരു അപ്രോച്ചിലേക്ക് ഗവൺമെൻറ് വരികയാണ്. മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഡിമാൻഡുള്ള ഗുഡിനും പൈസ കൂടും, ഡിമാൻഡ് കുറഞ്ഞതിന് പൈസ കുറയും. ഗവൺമെൻറ് എന്തില്ല ഇങ്ങനെ ആ ഒരു ഗുഡിന് ഇത്രയേ വാങ്ങാവൂ, ഇതിൽ കൂടുതൽ വാങ്ങരുത്, മിനിമം ഇത്ര പേ ചെയ്യണം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഗവൺമെൻറ് കീപ്പ് ചെയ്യുന്നില്ല. എന്താക്കുകയാണ്, മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫ്രീ ആക്കി വിട്ടു മാർക്കറ്റിനെ. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നുള്ള ഒരു 4ഓളം റിഫോർമേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യം ലൈസൻസ് രാജ് എടുത്തു കളഞ്ഞു. പിന്നെ പ്രൈവറ്റ് സെക്ടറിന് എന്തായി, ഈ പബ്ലിക് സെക്ടറിൻ്റെയിലേക്ക് എൻട്രി വരാനുള്ള അവസരം ഉണ്ടായി. ചില ഇൻഡസ്ട്രി പ്രൈവറ്റിന് കയറാൻ പറ്റില്ലായിരുന്നു. But now it's open for private also. Next, the certain goods was reserved for small scale industry. Now it was lifted. We have de-reserved that goods. So large scale industries can also produce that goods which were earlier produced by small scale industry. Then there was no price control and let's market determine prices. So these kind of changes happened in the industrial sector after liberalization. Next we will discuss what are the reforms in financial sector. Financial sector ഉണ്ടായിരുന്ന റിഫോംസ് എന്തെല്ലാം ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നത്. സോ ഫൈനാൻഷ്യൽ സെക്ടറിൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, മറ്റേ പ്രൈവറ്റ് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതെല്ലാം ഈ ഫൈനാൻഷ്യൽ സെക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഫൈനാൻഷ്യൽ സെക്ടറിൽ മെയിൻലി RBI ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. സോ RBI ഫിക്സഡ് ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കണം, എത്ര എമൗണ്ട് പൈസ ബാങ്കിൽ വെക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ RBIയുടെ കൺട്രോളിലായിരുന്നു. അപ്പോൾ ഈ ലിബറലൈസേഷൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രൈമറി ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ റെഡ്യൂസ് ദ റോൾ ഓഫ് RBI എന്നുള്ള. അപ്പോൾ RBIയുടെ ഒരു റോള് എന്താണ്, ഈ റെഗുലേറ്റർ എന്നുള്ളിടത്തുനിന്ന് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നിടത്തുനിന്ന് ചെറിയ രീതിയിൽ അതിനെ നടത്തുന്ന രീതിയിലേക്ക് RBIയുടെ റോളിനെ മാറ്റുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അതായത് RBIയുടെ ഒരു റോള് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ബാങ്കിന് തന്നെ തീരുമാനിക്കുക, ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ആ ബാങ്കിന് തന്നെ തീരുമാനിക്കുക എന്തില്ല, ഈ ഒരു RBIയുടെ എപ്പോഴും എന്തിനും ഏതിനും RBIയുടെ അടുത്തേക്ക് സമ്മതം വാങ്ങേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കി RBIയുടെ റോള് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഒരു ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ബാങ്ക്സും ഇന്ത്യയിൽ വരികയാണ്. കാരണം ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല, പ്രൈവറ്റൈസേഷൻ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സും ഇന്ത്യയിലേക്ക് കടന്നു തന്നെ. കാരണം RBIയുടെ കൺട്രോളിൽ അല്ലാതെ ഇപ്പോഴും RBIയുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്, തീരെ കൺട്രോൾ ഇല്ല എന്നല്ല. കാരണം
ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് മുഴുവൻ കൺട്രോളും പോയാൽ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനും നമ്മൾ കയ്യിൽ പൈസ ഇടുന്ന ആളുകൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ഒരു ഓംബുഡ്സ്മാനെ പോലെ, ഒരു ഇന്റർമീഡിയേറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥക്കാരനെ പോലെ ഈ അക്കൗണ്ട് ഹോൾഡറും ബാങ്കിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥക്കാരനെ പോലെയുള്ള റോൾ ആർ ബി ഐക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്തിനും ഏതിനും നമുക്കൊരു ബാങ്കിന് ആർ ബി ഐന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ദ റോൾ ഓഫ് ആർ ബി ഐ വാസ് റെഡ്യൂസ്ഡ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അടുത്തത് അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് റൈസ് ചെയ്തു എന്നുള്ളതാണ്. പണ്ട് ലിബറലൈസേഷന്റെ മുന്നേ ഒരു ഫോറിൻ എൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇത്ര പൈസയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ ആ ഒരു ലിമിറ്റ് എടുത്തു കളയുകയാണ്. അല്ലെങ്കിൽ ആ ലിമിറ്റ് ഇപ്പോഴും പല ഏരിയയിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പറ്റില്ല എന്ന ലിമിറ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതാണ്. പണ്ടൊരു 5 ലക്ഷം മാത്രം വരെ ഒരു 5 കോടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളിടത്തുനിന്ന് ഒരു 10 കോടിയിലേക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോഴും ചില ഏരിയയിൽ ചില സെക്ടറിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് ലിമിറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ ലിബറലൈസിന് ശേഷം ആ ലിമിറ്റ് റേസ് ചെയ്തു. അതായത് ഒരു 5 കോടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരു 10 കോടിയിലേക്കോ 25 കോടിയിലേക്കോ ആ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. അതാണ് ഈ ലിമിറ്റ് റേസ് ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ നൗ അലൗഡ് ടു ഇൻവെസ്റ്റ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരുടെ അടുത്തെല്ലാം പൈസ ഉണ്ട്. ഇവരാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർക്കെല്ലാം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം ലിബറലൈസേഷന് ശേഷം വന്നു. സോ ഇൻ എ നട്ട്ഷെൽ, the liberalization reduced the role of RBI, facilitated the entry of private banks, then the limit of foreign investment was raised and foreign institutional investors are now allowed to invest in India. So next thing we are going to discuss is tax reforms. So ഈ tax reforms falls under government expenditure, government debt revenue, ഒരു ഫിസിക്കൽ പോളിസിയുടെ കീഴിൽ വരുന്നൊരു സാധനമാണ് ഈ ടാക്സ് റിഫോംസ് എന്ന് പറയുന്നത്. സോ ഈ ടാക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സും. സോ ഡയറക്റ്റ് ടാക്സ് മീൻസ് വാട്ട്? ഇൻകം ടാക്സ് പോലത്തെ ടാക്സ് ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാനൊരു 10 ലാഖിൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കണം. അത് എൻ്റെ മുകളിൽ തന്നെ ഞാൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുക്കേണ്ട ഒരു ടാക്സാണ്. അത് എൻ്റെ മേലിൽ നേരിട്ട് ബാധ്യതയായിട്ട് ഞാൻ തന്നെ അടയ്ക്കേണ്ട, ഞാൻ തന്നെ കൊടുക്കേണ്ട ഒരു ടാക്സ് ആണിത്. അതാണ് ഈ ഡയറക്റ്റ് ടാക്സ്. സോ ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളെ GST പോലത്തെ സാധനമാണ്. അതായത് നമ്മളൊരു പെന്ന് ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്നു. ആ പെന്നിന് 5 രൂപയുണ്ട്. അതിന് എത്രയോ ഒരു 50 പൈസ ടാക്സ് ഉണ്ടെന്ന് വെക്കാം. സോ ഈ 50 പൈസ ടാക്സ് ആരാണ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്? ഷോപ്പ് കീപ്പർ ആ പെന്നിൻ്റെ വിലയും ടാക്സും നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എന്നിട്ടത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ ടാക്സ് പേയ്മെൻറ്റ് ഞാനാണ് പെന്ന് വാങ്ങി ടാക്സ് കൊടുക്കുന്നതെങ്കിലും ഞാനല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത് എത്തിച്ചു കൊടുക്കുന്നത്. ആ ഷോപ്പ് കീപ്പറും അല്ലെങ്കിൽ അയാൾക്ക് സപ്ലൈ ചെയ്ത ഹോൾസെയിലർ അങ്ങനെ പോയിട്ട് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. സോ ആ ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സോ ദാറ്റ് ഈസ് പെയ്ഡ് ബൈ സമ്മൺ എൽസ് ആൻഡ് കളക്റ്റഡ് ബൈ സമ്മൺ എൽസ് ആൻഡ് റെമിറ്റഡ് ടു ദ ഗവൺമെന്റ്. സോ നേരെ മറിച്ച് ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ നമ്മൾ വേറൊരാൾ വഴി ആണ് നമ്മൾ ആ ടാക്സ് കൊടുക്കുന്നത്. സോ നമ്മൾ ആ പെന്ന് വാങ്ങുമ്പോൾ ആ ഷോപ്പ് കീപ്പറാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ടാക്സ് വാങ്ങി ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. സോ വി ആർ നോട്ട് പേയിങ് ദ ടാക്സ് ഡയറക്ട്ലി ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ we are talking about reforms in direct and indirect tax. So income tax എല്ലാം പണ്ട് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇൻകം ടാക്സ് എല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലിബറലൈസേഷൻ്റെ ഇതിപ്പോൾ ഒരു മാക്സിമം ഒരു 30% മുകളിലോട്ടൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല ഇൻകം ടാക്സ്. സോ പണ്ട് അതിലും കൂടുതൽ വാങ്ങിയിരുന്നു. സോ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താകും, ഈ ഇൻകം ടാക്സിൻ്റെ ആ ക്യാപ്പ് അല്ലെങ്കിൽ വാങ്ങുന്ന പെർസെൻറ്റേജ് കുറച്ചു. കാരണം ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ, ടാക്സ് ഇവേഷൻ എന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ആളുകൾ ടാക്സ് അടയ്ക്കാതെ മുങ്ങി നടക്കുക, അതിനാണ് ടാക്സ് അടയ്ക്കാതിരിക്കുന്നതിനാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടാക്സ് ഇവേഷൻ കൂടാനുള്ള ഒരു കാരണം ഹൈ റേറ്റ് ഓഫ് ടാക്സേഷൻ ആണ്. അപ്പോൾ ഒരു 30-40-50% എല്ലാം നമുക്ക് 20 ലക്ഷം കിട്ടുമ്പോൾ
അതിൽ 10 ലക്ഷം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണമെന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു ഹൈ ടാക്സ് ആകുമ്പോൾ, ഒരു സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഹൈ റേറ്റ് ആകുമ്പോൾ ആളുകൾ ടാക്സ് അടയ്ക്കില്ല, ആളുകൾ എന്താക്കും, ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഒരു ടാക്സ് ഇവേഷൻ്റെ കാരണം അതുകൊണ്ട് തന്നെ ആ റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, ഡയറക്റ്റ് ടാക്സിൻ്റെ ആ റേറ്റ് കുറച്ചു. പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ് തന്നെ നമ്മൾ 2017 ജൂലൈ തൊട്ട് GST ഉണ്ട്. GST മീൻസ് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നുള്ളൊരു രീതിയിൽ അവർ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത്. GST റവന്യൂ കൂട്ടുമെന്നല്ലാണ് ഗവൺമെൻറ്റിൻ്റെ കാൽക്കുലേഷൻസ്. ബട്ട് ഹു നോസ് വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് GST എന്നുള്ളത്. സോ ആ ഒരു GST ഇന്ത്യയുടെ റവന്യൂ കളക്ഷൻ കൂട്ടും എന്നുള്ള രീതിയിലാണ് GST ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ GST എന്താണ്, ഒരു കംപ്ലയൻസ് എല്ലാം എളുപ്പമാക്കി. ഇപ്പം കണക്ക് കൂട്ടൽ, അതായത് ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയാൽ 18% ടാക്സ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പം മറ്റ് മുമ്പ് നമ്മൾ എത്ര പേ ചെയ്തിരുന്നു, നമ്മുടെ എത്രയാണ് കറക്റ്റ് ടാക്സ് എന്നെല്ലാം ബില്ലിങ്ങിലെല്ലാം വരുന്നതിലെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഈ സർവീസ് എക്സൈസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും നമ്മളൊരു ബില്ല് വാങ്ങുമ്പോൾ അതിലുണ്ടാവില്ല. പക്ഷേങ്കിൽ ആ ടാക്സ് അടക്കം നമ്മൾ അതിൽ പണ്ട് പേ ചെയ്തിരുന്നു. ബട്ട് ഇപ്പോൾ GSTക്ക് ശേഷം നമുക്ക് കറക്റ്റ് കംപ്ലയൻസും കാര്യങ്ങളെല്ലാം ടാക്സ് അടയ്ക്കുന്നതെല്ലാം എളുപ്പമായിട്ടുണ്ട്. പക്ഷേങ്കിൽ റവന്യൂ കൂട്ടിയോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്. GST ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കളക്ഷൻ കൂട്ടിയോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ ദിസ് ടാക്സ് റിഫോംസ് വി സെഡ് വാട്ട് there was direct and indirect taxes, and direct tax is like income tax and indirect tax is like what, GST and all. So these were the things happened in tax reforms. So these tax reforms, we said we have direct tax and indirect tax. So ഇതിൽ reforms ആയിട്ട് corporation taxum government കുറച്ചിരുന്നു. So we said that GST was a reform in the indirect taxation, and GST was implemented to reduce tax evasion and increase revenue. So in this session we started with our question of like putting up a scenario like India was facing a crisis. India's foreign exchange reserves was very low. India was not able to repay its debt, so India was forced to implement certain policies. And then we move on to discuss about what was the background of this problem, what led to this problem. We found out that this traced back to 1980s. These problems traced back to 1980s because of some of the measures taken by government has led India into more debt situation. Then we move on to discuss about the situation, how India went to World Bank and what was the conditions put forward by World Bank and IMF. So by this India was forced to adopt a new economic policy, which was divided into two. The policy mainly one stabilization measures and structural measures. The stabilization measures included correcting balance of payment and inflation, and this structural measures is divided into 3 heads, that is liberalization, privatization and globalization. So in this session we move on to discuss started discussion with the liberalization. First we discuss about how liberalization made changes in industrial sector. Then we move on to discuss how liberalization made changes in how liberalization made tax reforms. Before that we also discussed about how liberalization made changes in financial sector also. So these much things we have discussed in this session. Guys, study well, score good marks. Thank you.